പാലക്കാട് പന്ന്യങ്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഇന്നു മുതൽ ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM വ്യക്തമാക്കി. നിഖിൽ പ്രമേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, പ്രതിഷേധം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പന്ന്യങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ ഇപ്പോൾ CPIMന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ പ്രദേശവാസികളിൽ നിന്ന്, സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ആളുകളിൽ നിന്ന് ടോൾ പിരിക്കുമെന്നുള്ള നിർദ്ദേശമാണ്, അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ടോൾ കമ്പനി നൽകിയിരുന്നത്. എന്നാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ സമരസമിതിയും വിവിധ രാഷ്ട്രീയ കക്ഷികളും അറിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള അവരുടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം CPIM പ്രവർത്തകരാണ് ഇപ്പോൾ ടോൾ ബൂത്തിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിന് പുറകെ ഇനി സമരസമിതി ഏതാണ്ട് 9 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോൾ വിരിക്കുകയാണെങ്കിൽ, അതായത് പ്രദേശവാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ടോൾ വിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. അതിനെ ഉറപ്പായും ചെറുക്കുമെന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. ഏത് വിധേനയും ടോൾ പിരിക്കാനുള്ള നടപടിയെ ചെറുക്കുമെന്നും ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. 6 പഞ്ചായത്തുകളിലെ ആളുകൾക്കാണ് ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ച ഘട്ടത്തിൽ ഇളവ് നൽകിയിരുന്നത്. അവർ എന്ന് പറയുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നിരന്തരം ഈ ടോൾ കടന്ന് പുറത്തേക്ക് പോകേണ്ടുന്ന ആളുകളാണ്. അവരിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധം ഇന്ന് ഈ ടോൾ ബൂത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ വൈകിട്ട് കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടായിരുന്നു, BJPയുടെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPIM അതിരാവിലെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. 9 മണി മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്നുള്ളതാണ് ടോൾ കമ്പനി അറിയിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഇനിയും ഈ പ്രദേശവാസികൾക്ക് സൗജന്യം നൽകിക്കൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ടോൾ പിരിക്കുക അല്ലാതെ മറ്റു വഴികളില്ല എന്ന് ഈ ടോൾ കമ്പനി പറയുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് സമരസമിതികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ടോൾ പിരിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ പന്ന്യങ്കര ടോൾ പ്ലാസ പരിസരം സാക്ഷിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ CPIMന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. അത് തന്നെ സാമാന്യം നല്ല ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തുന്നതോടുകൂടി ഈ പന്ന്യങ്കര ടോൾ പ്ലാസ പരിസരം ഒരു സമര കലുഷിതമായി മാറുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഉന്മേഷ്, എന്തായാലും 9 മണിയോടുകൂടി പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ടോൾ കമ്പനി അറിയിക്കുന്നത്. ഉന്മേഷ്, ഒരുപാട് സംഘടനകൾ അവിടേക്ക് പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതാമോ? ഉന്മേഷ്, നേരത്തെ തന്നെ സ്ഥലം MLA ആയിട്ടുള്ള PP സുമോദ് അറിയിച്ചത് യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ടോൾ കമ്പനിയുടെ തിട്ടൂരത്തിന് നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ അവർ താല്പര്യപ്പെടുന്നു, പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്ന് ആവശ്യപ്പെടുന്നു. ആ നീക്കം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഭീഷണി അനുവദിച്ചു തരാൻ കഴിയില്ല എന്നുള്ളതാണ് PP സുമോദ് MLA അടക്കം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള നീക്കം 2 ജില്ലാ കളക്ടർമാരുടെയും നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അത് പാലക്കാട്, തൃശ്ശൂർ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് പൂർണ്ണമായിട്ടും മറ്റ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങളാണ്, മറ്റിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ട്രാക്കുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ട്രാക്കുകളിലൂടെ ഒന്നും തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല, അവിടെയൊന്നും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. CPIM പ്രവർത്തകർ അതിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള, പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള നീക്കത്തിലേക്ക് ടോൾ കമ്പനി കടക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഇതിനോടകം തന്നെ അവർ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും പ്രദേശവാസികളിൽ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ ടോൾ ഈടാക്കൽ ആരംഭിച്ചിട്ടില്ല. 9 മണിയോടുകൂടി ആരംഭിക്കുമെന്നുള്ളതാണ് ടോൾ കമ്പനി പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയായിരിക്കും പന്ന്യങ്കര സാക്ഷ്യം വഹിക്കുക. വലിയ പോലീസ് സന്നാഹവും ഇതിനോടകം തന്നെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉന്മേഷ്, 9 മണിയോടെ പ്രദേശവാസികൾക്ക് ടോൾ ഈടാക്കി തുടങ്ങും എന്ന് കരാർ കമ്പനി പറയുന്നു. അനുവദിക്കില്ല എന്ന് സമരസമിതി പറയുന്നു. CPIM ഇപ്പോൾ തന്നെ സമരമുഖത്താണ്. പ്രതിഷേധം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.